ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. അപ്പോൾ നമ്മളിൽ എല്ലാവരും തന്നെ നമ്മൾ സ്റ്റുഡൻസ് ആകുമ്പോൾ തന്നെ നമ്മൾ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാവരുമാണ്. കാരണം കോളേജിൽ പോകുമ്പോൾ നമുക്ക് നല്ലൊരു ലാപ്ടോപ്പ് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഈ അടുത്തിടെ ലാപ്ടോപ്പിൻ്റെ പ്രൈസ് എല്ലാം തന്നെ വളരെയധികം ഇൻക്രീസ് ആയി. കോവിഡിന് ശേഷം ലാപ്ടോപ്പ് പ്രൈസിങ് എല്ലാം തന്നെ കുറച്ച് നല്ലോണം ഇൻക്രീസ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയും. എന്നാൽ ചില ബ്രാൻഡ്സ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കോമ്പറ്റീറ്റീവ് ലാപ്ടോപ്സ് ഇറക്കുന്നുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലുള്ള ലാപ്ടോപ്പാണ്. എന്നാൽ നല്ല ഹാർഡ്വെയർ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാക്കാത്ത രീതിയിലാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സെബ്രോണിക്സ് എന്ന ബ്രാൻഡിന്റെ പ്രോ സീരീസ് സെഡ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ്. അപ്പോൾ നമുക്ക് സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് പുതിയൊരു ബ്രാൻഡ് ഒന്നല്ല, അവർ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡാണ്, കംപ്ലീറ്റ്ലി ഇന്ത്യൻ ബ്രാൻഡാണ്. അവർ ഒരുപാട് പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്. എന്താ പറയുക, കൂടുതലും ഓഡിയോ പ്രൊഡക്ട്സ് ആണ്. സൗണ്ട് ബാറും അതേപോലെ ഇയർഫോൺസും ലാപ്ടോപ്പ് കൂളിംഗ് പ്രൊഡക്ട്സും ഒക്കെ തന്നെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അവർ ലാപ്ടോപ്പ് സെഗ്മെന്റിലേക്ക് കഴിഞ്ഞ വർഷമാണ് കാലെടുത്ത് വെച്ചത്. അപ്പോൾ രണ്ട് സീരീസിലാണ് വരുന്നത്, വൈ സീരീസിലും പ്രോ സെഡ് സീരീസിലുമാണ് വരുന്നത്. അപ്പം നമ്മുടെ കയ്യിലുള്ള സെബ്രോണിക്സ് പ്രോ സീരീസ് സെഡ് എന്ന് പറഞ്ഞ ലാപ്ടോപ്പാണ്. ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സ്റ്റുഡൻസിന് ഫ്രണ്ട്ലി ആയ ഒരു ലാപ്ടോപ്പാണ്. ഇത് കഴിഞ്ഞ വർഷമാണ് ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്തത്. ലോഞ്ച് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 40,000 റുപ്പീസിന് അടുത്താണ്. പക്ഷേ ഇപ്പോൾ ഇത് നല്ലൊരു അട്രാക്റ്റീവ് പ്രൈസ്, അറൗണ്ട് 33,000 റുപ്പീസിനാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ലാപ്ടോപ്പിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഒരു കോളേജിലേക്ക് പോകാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന നല്ലൊരു പെർഫോമൻസും ഉണ്ട്, എന്നാൽ ഒരുപാട് പ്രൈസിങ്ങും ഇല്ലാത്ത ഒരു ലാപ്ടോപ്പാണ്. കൂടുതൽ ലാപ്ടോപ്പ് വിശേഷങ്ങൾക്കായി കണ്ടുകൊണ്ടിരിക്കുക. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ക്വിക്ക് സ്പെക്സ് ഒന്ന് പറയാം. ഇതിനകത്ത് വരുന്നത് ഇന്റൽ കോർ i5-1235U ചിപ്പാണ്, അതായത് 12th ജെൻ പ്രോസസ്സറാണ്. അപ് ടു 16 GB റാം ആണ് വരുന്നത്, LPDDR4 റാം ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് 512 GB SSD വരുന്നുണ്ട്. പിന്നെ ഒരു 15.6 ഇഞ്ചസ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ ഇത് 180 ഡിഗ്രി ഫ്ലാറ്റ് ഡിസ്പ്ലേ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് എല്ലാ പോർട്സും ഉണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, ഡ്യുവൽ സ്പീക്കേഴ്സും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. ബഡ്ജറ്റ് സെഗ്മെന്റിൽ നമുക്ക് എന്റർടൈൻമെന്റ് ഒക്കെ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അറൗണ്ട് 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. 38.5 Wh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വിൻഡോസ് 11 സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. നമുക്ക് ഇനി ലാപ്ടോപ്പ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് സെബ്രോണിക്സിൻ്റെ പ്രോ സെഡ് സീരീസ് ലാപ്ടോപ്പ്. അപ്പോൾ ഇതൊരു 15.6 ഇഞ്ചസ് ലാപ്ടോപ്പാണ്. ഇതുണ്ടല്ലേ, ലാർജ് ഡിസ്പ്ലേക്ക് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ മെറ്റൽ ബോഡിയാണ്, കംപ്ലീറ്റ്ലി മെറ്റൽ ചാസിയാണ്. അപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 1.76 കിലോഗ്രാം ആണ്. കുഴപ്പമില്ലാത്ത വെയിറ്റ് ആണ്. ഒരു 15.6 ഇഞ്ചസിന് പൊതുവേ ഈ വെയിറ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെവി ലാപ്ടോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റും ആണ്. കാരണം ഒരു 14 ഇഞ്ചൊക്കെയാണെങ്കിൽ പ്രോബ്ലി 1.4 kg അടുത്തൊക്കെ വരും. ഇത് 15.6 ഇഞ്ച് ആയതുകൊണ്ട് 1.76 kg, അത്ര ഒരു ഹെവി ഒന്നും അല്ല. പിന്നെ ഇവിടെ നമുക്ക് കണ്ടില്ലേ, ഒരു ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ലോഗോ കാണാം. ഒരു ഡാർക്ക് ബ്ലൂ ആണ്, ഒരു ലൈറ്റ് ബ്ലൂ കളറും ഉണ്ട്. പിന്നെ ഇവിടെ കണ്ടില്ലേ, സൈഡ്സ് ഒക്കെ നല്ലൊരു ചാംഫേർഡ് എഡ്ജസ് ആണ്, ഒരു ക്രോം ഫിനിഷ് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് പാനലും കംപ്ലീറ്റ്ലി മെറ്റലാണ്. ഇവിടെ നമുക്ക് എയർ വെൻസും അതേപോലെ രണ്ട് സൈഡിലും സ്പീക്കേഴ്സ് ഉണ്ട്, അതാണ് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. പിന്നെ തിക്നെസ് ആണെങ്കിൽ അത്യാവശ്യം മെലിഞ്ഞ ഒരു ലാപ്ടോപ്പ്, സ്ലിം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ക്യാരി ചെയ്ത് നടക്കാനൊക്കെ 1.76 kg ആയതുകൊണ്ട് തന്നെ അത്ര ഒരു പാടില്ല എന്ന് പറയും. കാരണം സ്റ്റുഡൻസിന് ഏറ്റവും വേണ്ടത് വലിയ ഡിസ്പ്ലേ ആണ്, അവർക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ നോട്ട്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ലാപ്ടോപ്പായിട്ട് വേണം ഇത് കൺസിഡർ ചെയ്യാവുന്നത്. എന്നാൽ സ്റ്റുഡൻസിന് മാത്രമുള്ള ലാപ്ടോപ്പ് അല്ലാട്ടോ, ഞാൻ വീണ്ടും അത് സ്ട്രെസ് ചെയ്യുക, ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഒരു ലാപ്ടോപ്പാണ്. ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യം പറഞ്ഞത് വെച്ചാൽ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ആയതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പോർട്സ് ആൻഡ് കണക്ടിവിറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡിസൈൻ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഈ സെബ്രോണിക്സിന്റെ ലോഗോ കാണാം, മെറ്റൽ ബിൽഡാണ്. നമ്മൾ ലാപ്ടോപ്പ് തുറക്കുമ്പോൾ തന്നെ നമുക്കിവിടെ കംപ്ലീറ്റ്ലി നീറ്റ്ലി അറേഞ്ച് ഫുൾ ഫ്ലെഡ്ജ് കീബോർഡാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് പവർ ബട്ടൺ, ഡോൾബി അറ്റ്മോസ് കാണാം. പിന്നെ ഒരു ഫുൾ ഫ്ലെഡ്ജ് കീബോർഡാണ്. ഇവിടെ വലിയൊരു ട്രാക്ക് പാഡും ഒരു ഫിംഗർ പ്രിന്റ് സെൻസറുമാണ് കൊടുത്തിരിക്കുന്നത്. ഫിംഗർ പ്രിന്റ് അൺലോക്കും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നല്ലൊരു മെറ്റൽ ഫിനിഷാണ്, കോർ i5 എഴുതിയതാണ്. ഇനി ഇതിന്റെ ഹിഞ്ച് കണ്ടില്ലേ, നമുക്ക് 180 ഡിഗ്രി വരെ ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ലേ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് പോർട്സ് ആൻഡ് കണക്ടിവിറ്റി കാര്യത്തിൽ ഇവിടെ നമുക്ക് വരുന്നത് ഇത് ചാർജിങ് പോർട്ടാണ്. ഇതാണ് നമ്മൾ ചാർജിങ് ചെയ്യാനുള്ളത്. അവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ
രണ്ട് USB 3.2 പോർട്ട് ഉണ്ട്, പിന്നെ ഒരു HDMI പോർട്ട്, പിന്നെ ഒരു ടൈപ്പ് സി പോർട്ടും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കളക്ഷൻ ഓഫ് പോർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ നമുക്ക് 3.5mm ഓഡി ജാക്ക് ഉണ്ട്, പിന്നെ K6 ലോക്ക് ഉണ്ട്. അതിനൊപ്പം തന്നെ ഇതുണ്ടല്ലേ നമുക്കൊരു LAN കേബിളും കൂടെ സ്യൂട്ടബിൾ ആയ ഒരു പോർട്ട് ഉണ്ട്, പിന്നെ USB 2.0 പോർട്ടും, പിന്നെ നമുക്ക് SD കാർഡ് സ്ലോട്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പോർട്സ് ആൻഡ് കണക്ടിവിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഹീറ്റ് ഡെസിപ്പേഷൻ വെൻസ് കാണാം. അതിനൊപ്പം തന്നെ നമുക്ക് ഇവിടെ രണ്ട് സ്പീക്കേഴ്സാണ് ഡോൾബി അറ്റ്മോസ് ട്യൂൺ ചെയ്താണ്. പിന്നെ ഇവിടെയും എയർ വെൻസ് കാണാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാംഫേർഡ് എഡ്ജസ് ആണ്. ഈ മെറ്റൽ ആണെങ്കിൽ നല്ലൊരു പ്രീമിയം ഫീലാണ് കിട്ടുന്നത്. ഇവിടെ കണ്ടില്ലേ ചാംഫേർഡ് എഡ്ജസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ലാപ്ടോപ്പിൻ്റെ ആ ഒരു ഫീല് നമുക്ക് ഇതിനകത്ത് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും ഫിറ്റ് ആൻഡ് ഫിനിഷും വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയാം. ഇതിനകത്ത് വരുന്നത് ഒരു 15.6 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. മുമ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. കാരണം ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഡിസ്പ്ലേസ് അത്ര നല്ലതാവാറില്ല. എന്നാൽ ഇവിടെ നമുക്ക് 300 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ കളേഴ്സ് നല്ല ഒരു വൈബ്രന്റ് കളേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സെബ്രോണിക്സ് നല്ല ഒരു ലാപ്ടോപ്പാണ് ഇറക്കിയിരിക്കുന്നത് നമുക്ക് പറയാം. വ്യൂയിങ് ആംഗിൾസ് ആണെങ്കിലും എല്ലാം തന്നെ നല്ലതാണ്. നല്ലൊരു കളർ ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഒരു 40,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു ലാപ്ടോപ്പ് എന്ന നിലയ്ക്ക് നല്ലൊരു സൗണ്ട് ക്വാളിറ്റിയും ഡിസ്പ്ലേ ക്വാളിറ്റിയും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൂവി വാച്ചിങ്ങിനാണെങ്കിലും ലാർജ് ഡിസ്പ്ലേ ആണ്. ഇനി സ്റ്റുഡൻസിനാണെങ്കിലും അവരെ വർക്ക് ചെയ്യാനാണെങ്കിലും, ഇനി ക്രിയേറ്റേഴ്സ്, അതായത് ഒരു എൻട്രി ലെവൽ ക്രിയേറ്റേഴ്സ് ആണ്, നിങ്ങൾ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യാനാണെങ്കിലും അവിടെ അത്യാവശ്യം നല്ല കളർ റീപ്രൊഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ കീബോർഡും ട്രാക്ക് പാഡും കുറിച്ച് പറയാം. അപ്പോൾ കീബോർഡ് കണ്ടില്ലേ, ഒരു ഫുൾ ഫ്ലെജ് കീബോർഡാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ സെറ്റ് ഓഫ് കീസും ഉണ്ട്. നമുക്ക് മുകളിൽ അഡീഷണൽ കീസ് കണ്ടില്ലേ, ബ്രൈറ്റ്നസ് ഇൻക്രീസ് ചെയ്യാം, വോളിയം ഇൻക്രീസ് ചെയ്യാം, പ്ലേ ബട്ടൺ ഉണ്ട്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്ലെജ് കീബോർഡാണ്. ടൈപ്പിംഗ് എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതാണ്. എനിക്കൊരു പ്രശ്നങ്ങളൊന്നും തന്നെ തോന്നിയില്ല. നല്ലൊരു കീ ട്രാവലുമാണ് കണ്ടില്ലേ, അത്യാവശ്യം നല്ല കീ ട്രാവലുമാണ്. നല്ലൊരു ടാക്ടൈൽ ഫീഡ്ബാക്ക് ആണ് വരുന്നത്, സോളിഡ് ഫീഡ്ബാക്ക് ആണ്. ട്രാക്ക് പാഡും കുഴപ്പമില്ല കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ട്രാക്ക് പാഡാണ്. ഈ പൊതുവെ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ട്രാക്ക് പാഡ് അത്രയ്ക്ക് ചിലപ്പോൾ ഒരു ജമ്പിങ് ടൈപ്പ് ഓഫ് എഫക്റ്റ് ഒക്കെ വരാറുണ്ട്. പക്ഷേ എന്നാൽ ഇതിന്റെ ട്രാക്ക് പാഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ലൊരു ക്വാളിറ്റിയാണ് ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഇവിടെ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കീബോർഡിന്റെ ഒരേ ഒരു പ്രോബ്ലം ഞാൻ കണ്ടത് ബാക്ക്ലിറ്റ് കീബോർഡ് അല്ല എന്നുള്ളതാണ്. അതും കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ രാത്രിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതൊരു പ്രോബ്ലം ആണ്. പ്രത്യേകിച്ച് ബാക്ക്ലിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ഡെഫിനറ്റ്ലി ഒരു ഡൗൺ സൈഡ് ആയിട്ട് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടെ വില കൂടിയാലും എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് എപ്പോഴും ബാക്ക്ലൈറ്റ് കീബോർഡാണ്. കാരണം ബാക്ക്ലൈറ്റ് ഇല്ലാത്ത കീബോർഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലൈറ്റ് ഇല്ലാത്തടത്ത് യൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അത് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷേ ബാക്കി എല്ലാത്തിലും തന്നെ നല്ല ഒരു ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. ഡോൾബി അറ്റ്മോസ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം പൊതുവേ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ഡോൾബി അറ്റ്മോസ് ഒന്നും വരാറില്ല, നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡോൾബി അറ്റ്മോസ് വിത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നമുക്ക് വളരെ ക്വിക്കായിട്ട് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിൻഡോസ് 11 ആണ്. നമുക്കറിയാലോ വിൻഡോസ് 11 തന്നെ എല്ലാ ബേസിക് എഡിഷനും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാ ടൂൾസും കിട്ടുന്നുണ്ട്. പിന്നെ വിൻഡോസ് 11 ഹോം എഡിഷൻ ആണ് വരുന്നത്. പിന്നെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഇത് 16 GB ഓഫ് റാം ആണ് വരുന്നത്. LPDDR4 റാം ആണ്. അറൗണ്ട് 3200 ഹെർട്സ് ആണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് 512 GB ഓഫ് SSD ആണ്. ഇനി ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് അഡീഷണൽ സ്ലോട്ട്സ് ഇൻക്ലൂഡ് ആണ്. വേണമെങ്കിൽ 1 TB വരെ ഹാർഡ് ഡിസ്ക് എക്സ്പാൻഡ് ചെയ്യാം. അതായത് 1 TB SSDക്ക് പോകണമെന്നുണ്ടെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാം. പിന്നെ ഇത് ബൈ ഡിഫോൾട്ട് 16 GB ആണ് വരുന്നത് റാം വരുന്നത്. അതും 2 സ്ലോട്ടാണ് വരുന്നത്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ബാക്ക് പാനൽ അടിച്ചിട്ട് 32 GB വരെ നമുക്ക് എടുക്കാം. അതായത് 64 GB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് റാം. അപ്പോൾ അങ്ങനത്തെ ഒരു പേർപ്പസ് ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബാക്കിലെ ആ സ്ക്രൂസ് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 സ്ലോട്ട് കിട്ടും. അതിൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ സെബ്രോണിക്സിൻ്റെ സർവീസ് സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഡബിളും ആണ്. നമുക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ പേർപ്പസ്
സിലബസ് കുറച്ചും കൂടെ ഹെവി ടാസ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പിന്നെ കോർ i5 1235U ചിപ്പാണ് വരുന്നത്, അതായത് ഇന്റലിന്റെ 12th ജനറേഷൻ ചിപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സോട് വരുന്നത്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ എനിക്ക് കാര്യമായ പ്രോബ്ലംസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല റെസ്പോൺസീവ് ആണ്, നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാം കോർ i5 ആയതുകൊണ്ട് എനിക്ക് പെർഫോമൻസിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഗെയിമിംഗ് ആയിരിക്കും പലരും ചോദ്യം, എന്നാൽ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല, അത് കറക്റ്റായിട്ട് പറയാം. ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പ് അല്ല. എന്നാൽ നമുക്ക് കുറച്ചൊരു ബേസിക് ടാസ്ക് ഒക്കെ റൺ ചെയ്യുന്നതിന് കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പായിട്ട് ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്ത്, കാരണം ഇതൊരു ബേസിക് എൻട്രി ലെവൽ ലാപ്ടോപ്പാണ്. പക്ഷേ എൻട്രി ലെവൽ ലാപ്ടോപ്പ് ആണെന്ന് പറയുമെങ്കിൽ പോലും ഇത് ക്രിയേറ്റേഴ്സ്, ഒരു എൻട്രി ലെവൽ ക്രിയേറ്റേഴ്സിന് നല്ലൊരു ലാപ്ടോപ്പാണ്. കോർ i5 16GB ഓഫ് റാം വരുമ്പോൾ അത്യാവശ്യം നമുക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ, വലിയ ഹെവി വീഡിയോസ് അല്ലെങ്കിലും ഒരു എൻട്രി ലെവൽ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കോർ i5 12th ജനറേഷൻ, അതിനൊപ്പം തന്നെ എക്സ്പാൻഡബിൾ റാമും സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്, അതും നല്ല ഒരു ആസ്പെക്റ്റ് ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു സോഫ്റ്റ്വെയർ ഇഷ്ടപ്പെട്ടു, പെർഫോമൻസും കുഴപ്പമില്ല. ഇനി ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ യൂസേജ്, നമ്മൾ ഓഫീസ് എഡിറ്റിംഗ് ആപ്സ്, ഒരു ഡോക്യുമെന്റ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നു, ബ്രൗസിങ് ചെയ്യുന്നു, ഇമെയിൽസ് ഒക്കെ ചെയ്യുന്നു, കുറച്ച് മൂവീസ് ഒക്കെ കാണുന്നു, അറൌണ്ട് 50 to 60% ബ്രൈറ്റ്നസ്സിൽ ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് 7 hours ഒക്കെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും, 7 to 8 hours അപ്രോക്സിമേറ്റ്ലി കിട്ടും. പക്ഷെ നമ്മൾ ഒരു ഹെവി ടാസ്കിലേക്കും ബ്രൈറ്റ്നസ് ഹൈ ഒക്കെ ആക്കി കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി കുറയും. ഒരു 50% ബ്രൈറ്റ്നസ് അത് മതിയെന്ന് എനിക്ക് തോന്നുന്നു, അത്രയും നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് 50% 60% ബ്രൈറ്റ്നസ്സിൽ നമുക്കൊരു 7 to 8 hours ഓഫ് ബാറ്ററി ലൈഫ് കിട്ടും. അത് നല്ലൊരു ക്വാളിറ്റി എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പിന്നെ 65 watt ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് കൊടുക്കുക. ചാർജർ ബോക്സിനകത്ത് ഉണ്ട്, അപ്പോൾ അതും നല്ല ഒരു ഫീച്ചറായിട്ട് പറയാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു പ്രൈവസി ഷട്ടർ ബട്ടൺ കൂടെ കാണാം, അതുകൊണ്ടില്ലേ ഇവിടെ നമുക്ക് പ്രൈവസി ഷട്ടർ ബട്ടൺ കൊടുത്തിട്ട് മാനുവലാണ്. അപ്പോൾ നമുക്ക് ക്യാമറ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കവർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെബ്രോണിക്സ് പ്രോ സീരീസ് Z ലാപ്ടോപ്പിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ലാപ്ടോപ്പ്. 1-2 കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടത്, ഒന്ന് ഡോൾബി അറ്റ്മോസ് സൗണ്ട് ക്വാളിറ്റി നല്ലതാണ്, അതിനൊപ്പം തന്നെ നമുക്ക് നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്, സോളിഡ് ബിൽഡ് ക്വാളിറ്റി, ഡിസ്പ്ലേ എക്സ്പീരിയൻസും നല്ലതാണ്, പിന്നെ ബാറ്ററി ലൈഫ് നല്ല. പക്ഷേ ഒരേ ഒരു പ്രോബ്ലം, കീബോർഡ് ബാക്ക് ലൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ എനിക്ക് തോന്നിയ ഒരു പോരായ്മ എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഈ ലാപ്ടോപ്പ് നല്ലതാണ്, നല്ലൊരു എൻട്രി ലെവൽ ലാപ്ടോപ്പാണ്. ഇപ്പം ഇതിൻ്റെ വിലയും കുറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ വില ആമസോണിൽ ഇപ്പോൾ അറൌണ്ട് 33,000 rupees ഉള്ളൂ. ഇപ്പോൾ 33,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സോളിഡ് ലാപ്ടോപ്പാണ്. കോർ i5 16GB റാം, 512GB SSD, അതിനൊപ്പം തന്നെ നല്ല ബാറ്ററി ലൈഫും സോളിഡ് പെർഫോമൻസുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതായിരുന്നു സെബ്രോണിക്സ് പ്രോ Y സീരീസ് ഓർ പ്രോ Z സീരീസിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ലാപ്ടോപ്പിനെ കുറിച്ചുള്ള എല്ലാം തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.